അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, എല്ലാവർക്കും റാഹത്തല്ലേ? അല്ലാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി നിങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച പഠിക്കുന്നത് നമുക്കറിയാം, നാളെ നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കുകയാണ്. നമ്മുടെ കുരുന്നുകൾ പുതിയ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നവർ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് പല ക്ലാസ്സുകളിലേക്ക് സ്ഥാനക്കയറ്റത്തിലേക്ക് കയറുകയാണ്. 1-ാം ക്ലാസ്സിൽ പഠിച്ചവർ 2ലേക്ക്, 2ൽ നിന്ന് 3ലേക്ക്, 10ൽ നിന്ന് +1ലേക്ക്, അങ്ങനെ പല കാറ്റഗറിയായി പോവാൻ. നമ്മുടെ മക്കൾക്ക് വലിയ സന്തോഷമാണ്. പുതിയ വസ്ത്രങ്ങൾ വാങ്ങി, പുസ്തകങ്ങൾ വാങ്ങി, സ്കൂളുകളൊക്കെ തുറക്കുന്നു, വലിയ സന്തോഷത്തിന്റെ തിമിർപ്പില്ല. പക്ഷേ അന്തരീക്ഷം നമുക്ക് പ്രതികൂലവുമാണ്. ശക്തമായ മഴകൾ, ശക്തമായ കാറ്റ്, അങ്ങനെ അടിക്കുന്ന അന്തരീക്ഷം കലുഷിതമായി നിൽക്കുന്ന ഒരു സമയത്തുമാണ് നാം ഉള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അന്തരീക്ഷം അനുകൂലമാക്കുകയും നമ്മുടെ മക്കളെ, നമുക്ക്, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വീടുകളെ എല്ലാം സുരക്ഷിതത്വം അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ നന്നാകണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുകയും നമ്മുടെ മക്കളുടെ ഭാവി എപ്പോഴും ഉയർന്നു നിൽക്കണമെന്നും ഉന്നതിയിലാകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, ഇല്ലേ? നമ്മുടെ മക്കൾ നന്നാകാൻ, നമ്മുടെ മക്കൾ എപ്പോഴും ഒരുപിടി മുന്നിലായിരിക്കണം. നമ്മുടെ ഉമ്മമാര്, വാപ്പമാര് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ അനുഭവിച്ചതുപോലെ എൻ്റെ മക്കൾ അനുഭവിക്കാൻ പാടില്ല, അതിനു വേണ്ടിയാടാ ഞാൻ ഈ കഷ്ടപ്പെടുന്നതെന്ന് പലപ്പോഴും പറയാറുണ്ട്. അത് സത്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവി നന്നാകാൻ, ഈ സ്കൂൾ തുറക്കാൻ നമ്മുടെ മുന്നിലേക്ക് സമയം എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഔലാദു റൈഹാനത്തു മിനൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്, സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ പിടിവള്ളിയാണ് നമ്മുടെ മക്കൾ എന്ന് മറന്നു പോകാൻ പാടില്ല. മറ്റൊരവസരത്തിൽ നബി തങ്ങൾ പറഞ്ഞു, അൽ ഔലാദു സിർറുൽ വാലിദിഹി, മാതാപിതാക്കളുടെ രഹസ്യമാണ് മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ വർത്തമാനങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിൽ, കുടുംബത്തിൽ നമ്മുടെ ഭാര്യയോട്, കുടുംബക്കാരോടൊക്കെ നമ്മുടെ ഇടപെടലുകളെല്ലാം നമ്മുടെ മക്കൾ വാച്ച് ചെയ്യുന്നുണ്ട്. അത് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് മക്കൾ ഒരു പരീക്ഷണമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, സമ്പത്തും മക്കളും അള്ളാഹിന്റെ പരീക്ഷണമാണ്. മക്കളെ കൊണ്ട് പരീക്ഷണം നടത്തിയ പ്രവാചകന്മാരുണ്ട്, മക്കളെ കൊണ്ട് സന്തോഷിച്ച പ്രവാചകന്മാരുണ്ട്, മക്കൾക്ക് വേണ്ടി പൊട്ടിത്തകർന്ന ഹൃദയത്തോടെ ദുആ ചെയ്ത പ്രവാചകന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുടെ കഥകൾ തന്നെ, ഒരുപാട് നീണ്ട ലിസ്റ്റുകൾ തന്നെ ഖുർആനിൽ മക്കളുടെ വിഷയത്തിൽ നമുക്ക് എടുത്തുദ്ധരിക്കാനുണ്ട്. സമയം വളരെ കുറവാണ്, കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ പുതിയ സ്ഥാപനങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക്, സ്കൂൾ തുറക്കുന്ന അധ്യയന വർഷം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 9 കാര്യങ്ങളെ പറ്റിയാണ് മക്കളും മാതാപിതാക്കളും അല്ലെങ്കിൽ പേരക്കിടാങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, വല്യപ്പന്മാരും എല്ലാവരും കേൾക്കേണ്ട, പ്രായഭേദമന്യേ എല്ലാവരും കേൾക്കേണ്ട വിഷയമാണ് ഇന്നത്തെ വിഷയം. എന്താണ് ഒന്നാമത്തെ വിഷയം? ഒന്നാമത്തെ ഔവലിൻ, ഒന്നാമതും രണ്ടാമതും മൂന്നാമതൊന്നല്ല, വളരെ പ്രധാനമായ കാരണം ദുആയാണ്. ഈ പ്രാർത്ഥനയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ, മാസങ്ങൾ പവിത്രമായ ഏറ്റവും ദിനരാത്രങ്ങളാകുന്ന ദുൽഹിജ്ജയുടെ ദിനരാത്രങ്ങൾ, ദുആക്ക് ഒരുപാട് ഇജാബത്തുണ്ട്. ഈ സന്ദർഭത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആരക്കണം. ഉമ്മമാരെ, നിങ്ങളെ ദുആ ഇജാബത്ത് നിബിധങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? ഒരു ഉമ്മ ഒരു മകന് വേണ്ടി, ഒരു വാപ്പ ഒരു മകന് വേണ്ടി ദുആ ചെയ്യുന്നത്, ഒരു പ്രവാചകൻ ആ പ്രവാചകന്റെ സമുദായത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെയാണ് ഒരു ഉമ്മ മകന് വേണ്ടി ദുആ ചെയ്യുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ദുആ ചെയ്ത് ഉറപ്പായും സ്വീകരിക്കും. നിങ്ങൾ ദുആരക്കണം, പടച്ചോനെ എൻ്റെ കുട്ടി സ്കൂളിലേക്ക് പോവാണ്, എൻ്റെ കുട്ടി LKG പോവാണ്, എൻ്റെ കുട്ടി ഇനി 10ലാണ്, പടച്ചോനെ ഒരൊറ്റ വക്കത്തിലും മുടക്കരുത്, അവന്റെ പഠനം നന്നാക്കണേ അല്ലാ, അവന്റെ ഹൈറ് കൊടുക്കണേ അല്ലാ, അവനെ നീ പഠന നിലവാരം എന്ന് ദുആ ചെയ്താൽ ഉറപ്പായും അല്ലാഹ് തള്ളപ്പെടൂല. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളും മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളും ചെയ്യുന്ന പ്രാർത്ഥന അല്ലാഹ് തള്ളൂലാന്നേ. അതുകൊണ്ട് ഉമ്മമാരെ ഒന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇന്ന് മുതൽ നമ്മൾ ദുആരക്കും, പടച്ചോനെ എൻ്റെ കുട്ടിക്ക് ഹൈർ കൊടുക്കണേ. അങ്ങനെയല്ല, ആത്മാർത്ഥമായിട്ട് വിശാലമായി, നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ, നമുക്ക് ദുആരക്ക, പടച്ചോനെ സ്കൂളിൽ പോവാണ്, അപകടങ്ങൾ കൊടുക്കല്ലേ അല്ലാ, അള്ളാഹുവെ അപകടങ്ങളും അശ്രദ്ധയും കൊടുക്കല്ലേ അല്ലാ, പഠനത്തിൽ ഉയർച്ച, അങ്ങനെ ആത്മാർത്ഥമായിട്ട് ദുആരനെ അള്ളാഹു സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ദുആരക്കണം. എങ്ങനെയാ ദുആരക്കേണ്ടത്? ഖുർആൻ അതിന്റെ പ്രാർത്ഥന പറഞ്ഞു തരുന്നുണ്ട്. ഈ ദുആ എല്ലാവരും പറഞ്ഞിരിക്കണം, എല്ലാവരും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം, നിർബന്ധമായും ചൊല്ലിരിക്കണം. കാരണം എന്തേ? കാലം മോശമാണ്, മക്കൾ കൈവിട്ട കളി കളിക്കുന്ന കാലമാണ്, ലഹരികൾ കടിമകളാകുന്ന കാലാണ്. അള്ളാഹുവിന്റെ റസൂല് ഖുർആനിലൂടെ പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ്? പ്രാർത്ഥന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്നോട് പറയാം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ കൺ കുളിർമയാക്കണമെന്നാണ്. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും
പരമാർത്ഥത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണമെന്നാണ് ഈ പ്രാർത്ഥന. ഉമ്മ ഇന്നു മുതൽ ചൊല്ലിക്കോ, പാപ്പമാരെ ചൊല്ലിക്കോ, വല്യപ്പന്മാരും വല്യമ്മമാരൊക്കെ ചൊല്ലിക്കോളി. വലിയ റാഹത്താകുമ്പോൾ ഒന്നാമത് ദുആ ചെയ്യലാണ്. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. രണ്ടാമത്തത്, നമ്മുടെ പഠനത്തിൽ നമ്മുടെ മക്കളെ സഹായിക്കണം. നമ്മൾ പഠിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ആ സഹായിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മഗ്‌രിബ് നിസ്കാരം കഴിയുമ്പോൾ കുട്ടികൾ ഹാളിലുണ്ടാവും, പാപ്പായും ഉമ്മായും സിറ്റ് ഔട്ട് ഉണ്ടാവും. നമ്മളുടനെ പോടാ, പടിയടാ പടിയടാ, പോരുന്ന് പഠിക്കടാ, എപ്പോഴും പഠിക്ക് പഠിക്ക് പഠിക്ക്. നമ്മൾ അടുക്കളയിലായിരിക്കും, കുട്ടി ഇരുന്ന് എഴുതി എഴുതി എഴുതി. ഇപ്പോഴത്തെ മക്കൾക്ക് എഴുത്ത് കൂടുതലാണ്. സ്കൂളിൽ ഇങ്ങനെ എഴുതാനുണ്ടാകും കുറെ. എഴുതി എഴുതി ഉപ്പാട് വന്നപ്പോൾ തളർന്നു, ഒന്ന് മൈൻഡ് റിലാക്സ് ആകാൻ വേണ്ടി ഹാളിലേക്ക് അടുക്കളയിലേക്ക് വരുവാണ്. ഉടനെ ഉമ്മ പഠിക്കാന്നൂല്ലേ, പോയിരുന്നു പഠിച്ചേ. വാപ്പാരുടെ അടുത്ത് നിനക്ക് പഠിക്കാന്നൂല്ലേ, ഒന്ന് പോയെ. കാണുമ്പോ പഠിക്കടാ 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 എന്ന് നമ്മൾ പറയരുത്. അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം. അവരുടെ മനസ്സ് റിലാക്സ് ആണ്. നമ്മൾ അവരോടൊപ്പം പോയി ഇരിക്കണം. മോനെ, എന്തെങ്കിലും ഞാൻ സഹായിക്കാനുണ്ടോ, എന്തെങ്കിലും എഴുതാനുണ്ടോ, എന്തെങ്കിലും വരയ്ക്കാനുണ്ടോ, എടാ ഞാനോട് എഴുതി തരാം, നിനക്ക് അത്യാവശ്യമുള്ള എഴുതിക്കോ, ബാക്കി ഞാൻ എഴുതിത്തരാം എന്നും മക്കളെ നമ്മൾ പറയണം. അത് അവർക്ക് വലിയ സപ്പോർട്ടാണ്. മോനെ കട്ടൻ ചായ വേണോ? ഇത് നമ്മൾ ഇങ്ങനെ ഒരു സാധനം എടുത്ത് കയ്യിൽ വെക്കും, ഫോൺ. ഇവിടെ നമ്മൾ എടാ പഠിച്ചേരുന്നേ, പഠിച്ചേ. അങ്ങനെയല്ല, നമ്മൾ അവർക്ക് പൂർണ്ണ, അവർ കൂടെ ഉണ്ട് എന്ന് അവർക്ക് തോന്നിയാൽ ഉറപ്പായി നമ്മൾ അവർ പഠിച്ചിരിക്കും. അത് ഉറപ്പാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണേ പടിയടാ 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 എന്ന് പറയലല്ല. അവർക്ക് പൂർണ്ണ സപ്പോർട്ടായി നമ്മൾ ഉണ്ട് എങ്കിൽ നമ്മുടെ മക്കൾ വിചാരിക്കുന്നതിനപ്പുറം കഴിവുള്ളവരായി മാറുമെന്ന് ഉറപ്പാണ്. അനുഭവിച്ച് നോക്കി, നിങ്ങൾ അനുഭവത്തിലെങ്കിൽ മനസ്സിലാകും, ഉറപ്പുള്ള കാര്യമാണ്. അവരെ നമ്മൾ സഹായിക്കുക, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, പുസ്തകങ്ങളൊക്കെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക, ഒരു വേഗ ഭക്ഷണം എടുത്തു വെച്ചു കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്യണം. വലിയ നേട്ടമാണ്. മൂന്നാമത്തത്, താരതമ്യ പഠനം ചെയ്യരുത്. താരതമ്യം, എടാ ടെസ്റ്റ് പേപ്പർ എഴുതി, അവരെ കണ്ട 10ന് 10 മാർക്കുണ്ട്, നിനക്ക് ഇത് 8 ആയിപ്പോയത് ഇല്ല, അങ്ങനെ പറയരുത്. അള്ളാഹു ഓരോരുത്തർക്കും ഓരോ കഴിവേ കൊടുത്തിട്ടുള്ളൂ. എല്ലാവർക്കും ഒരുപോലെ കഴിവില്ല. ഇപ്പൊ എന്റെ കഴിവ് നിങ്ങൾക്കില്ല, നിങ്ങളുടെ കഴിവ് എനിക്കില്ല. ഞാൻ പറയുന്നത് പോലെ നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റില്ല, നിങ്ങൾ പറയുന്നത് പോലെ എനിക്ക് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പല കഴിവുകളാണ്. അത് നമ്മൾ ആരെയും നമ്മൾ എന്ത് ചെയ്യില്ല, താരതമ്യപ്പെടുത്തരുത്. അത് മക്കളുടെ പഠന നിലവാരം കുറക്കുകയും മാതാപിതാക്കളുടെ അകലമുണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം ആരെക്കുറിച്ചാണോ നമ്മൾ താരതമ്യം ചെയ്ത് അവനോടൊരു വെറുപ്പുണ്ടാകും. ഒരു അവസരം കിട്ടി അവനുണ്ട് കൊടുക്കാൻ നമ്മളെ മക്കൾ തയ്യാറാവും. ഈ കാരണം എനിക്ക് വീട്ടിൽ സ്വസ്ഥതയില്ല എന്ന് മനസ്സിലുണ്ടാകും. അതുകൊണ്ട് താരതമ്യ പഠനം ചെയ്യരുത്. അതുപോലെ നാലാമത്തെ വിഷയം, നമ്മുടെ മക്കളുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും നമ്മൾ അലംഭാവം കാണിക്കരുത്. കൃത്യമായി നമസ്കരിച്ച് സ്കൂൾ വിട്ട് വരാൻ, എടാ മഗ്‌രിബ് നിസ്കരിച്ചോ, രാവിലെ പോകുന്നവരാ, സുബഹിക്ക് എഴുന്നേൽപ്പിക്കുക, സുബഹി നിസ്കരിപ്പിക്കുക, ളുഹർ മസ്റും വീട്ടിൽ പള്ളി നിസ്കരിക്കാൻ പറയുക. പെൺകുട്ടികളാണെങ്കിൽ സൗകര്യമില്ലെങ്കിൽ വീട്ടിൽ വന്ന ഉടനെ നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. അങ്ങനെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നമ്മൾ അതിൽ ഇളവ് വരുത്താൻ പാടില്ല. പ്രത്യേകം എൻ്റെ ഉമ്മമാരെ ശ്രദ്ധിക്കാനുള്ളത്, മക്കളോട് പറയാനുള്ളത്, പഠിക്കാൻ ഏറ്റവും നല്ല സമയം 1 ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്ന സമയമാണ്. 2 സുബഹിക്ക് മുമ്പ്, 3 സുബഹിക്ക് ശേഷം. ഈ 3 സമയം നിങ്ങൾ പഠിച്ചു നോക്കിയേ, SI ഒക്കെ വളരെ നിസ്സാരമായി പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ, എൻ്റെ മക്കൾ ഉമ്മമാരെ എഴുതിയെടുത്ത് പഠിപ്പിച്ചോളി മക്കളെ. നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി റൂമിന്റെ മുന്നിൽ ഈ ദുആ ഒന്ന് എഴുതി വെക്കണം. ഈ ദുആ നിങ്ങളൊന്ന് എഴുതി വെക്കണം. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നി ഇൽമൻ വഹിൽമൻ വഅഖ്ലൻ വഅദബൻ കാമില. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നി ഇൽമൻ വഹിൽമൻ വഅഖ്ലൻ വഅദബൻ കാമില. പടച്ചവനെ അല്ലാഹുവേ, എനിക്ക് നീ പഠനത്തിൽ നിലവാരം ഉയർത്തണമല്ലാ. ഒന്നും എനിക്ക് നീ പാടാക്കല്ല റബ്ബേ, എളുപ്പം ചെയ്തു തരണേ അല്ലാ. എനിക്ക് നീ ഇൽമ തരണം, അറിവ് തരണം, നല്ല തന്ത്രം തരണം, നല്ല ബുദ്ധി തരണം, നല്ല മര്യാദ തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു വട്ടം ദുആ ചെയ്തിട്ട് പഠിച്ചു നോക്കിയേ, SI ഒക്കെ പഠിക്കും. അതോടൊപ്പം ഒരു സൂറത്തും കൂടി പഠിക്കാനുണ്ട്. ഒരു സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, സൂറത്തു ശറഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് അല്ലദീ അൻഖള ളഹ്റക് വറഫഅനാ ലക ദിക്റക് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. 1 മിനിറ്റ് പോലും വേണ്ട തീർക്കാൻ. ഈ സൂറത്ത് വലത് കൈയെടുത്ത് നെഞ്ചിലേക്ക് വെച്ചിട്ട് നിങ്ങൾ ഓതണം. ഇവിടെ പറഞ്ഞ ശരീരത്തിൽ ഊതുക. ഇവിടെ ഒന്ന് പഠിച്ചു നോക്കിയേ, വേഗം മനസ്സിലാവും. ഉമ്മമാരെ, നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞു, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു, മക്കളുടെ തലയിലേക്ക് കൈയൊന്ന് വെച്ചിട്ട് ഈ സൂറത്ത് ഓതിയിട്ട് തലയിലേക്ക് ഒന്ന് ഊതിക്കൊടുക്കുക. അവർക്ക് വല്ലാത്ത പഠന നിലവാരം ഉണ്ടാകുമെന്ന് മഹാരഥന്മാർ. ഉമ്മമാരെ, നിങ്ങൾ മന്ത്രിക്കണം, മക്കളെ നിങ്ങൾ സ്വയം മന്ത്രിക്കണം. ഈ പറഞ്ഞ ദുആ, അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നി ഇൽമൻ വഹിൽമൻ വഅഖ്ലൻ
വഅഖില വദബൻ കാമില എന്ന ദുആ നിങ്ങൾ ചൊല്ലിയിട്ട് പഠിക്കിൻ. അതുപോലെ സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് പഠിക്ക്. എസ്സൊക്കെ വേഗം മനസ്സിലാവും. സുബഹി കഴിഞ്ഞ ഉടനെ നല്ല പഠിക്കാൻ പറ്റിയ സമയമാണ്. അതോടൊപ്പം ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഉമ്മമാരെ മഗ്രിബ് നിസ്കാരം കഴിയും ഒരു യാസീൻ ഓതിയിട്ട് നിങ്ങൾ പഠിക്കിൻ. ഒരു ഫാത്തിഹ ഓതിയിട്ടെങ്കിലും പഠിക്കിൻ. ഖുർആന്റെ ഒരു പേജെങ്കിലും ഓതിയിട്ട് നിങ്ങൾ പഠിക്കിൻ. അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരുമെന്നാണ് മഹാരഥന്മാർ പഠിപ്പിക്കുക. അങ്ങനെ നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, ഉമ്മമാരെ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വാപ്പമാരെ ഹലാലായ ഭക്ഷണം കൊടുക്കണം, ഇല്ലെങ്കിൽ മക്കൾ കൈവിട്ടു പോകും. ഹലാലായ ഭക്ഷണമല്ല മക്കളുടെ പള്ളയിലേക്ക് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങൾ മക്കൾ കാരണം ദുഃഖിക്കേണ്ടി വരുമെന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാക്കട്ടെ. അതോടൊപ്പം ആറാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, മക്കളൊക്കെ സ്കൂളിൽ പോവാണ്, അപകടങ്ങൾ വല്ലാതെ പതുങ്ങിയിരിക്കുന്നു. സ്കൂൾ വാഹനങ്ങൾ ബ്രേക്ക് നഷ്ടപ്പെടുന്നു, വാഹനങ്ങൾ ഇടിക്കുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു, ലഹരികളിൽ പെടുന്നു. അങ്ങനെ ഇൻഷാ അല്ലാഹ് സ്കൂളിലേക്ക് പോകും മക്കളോട് പറഞ്ഞു, മക്കളെ പറയും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറയണം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, നമ്മളും ചൊല്ലണം. നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഇത് മനസ്സിൽ പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതോടൊപ്പം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ആകാശത്തിൽ നിന്ന് വരുന്ന മഴയാകട്ടെ, കാറ്റാകട്ടെ, ഇടിയാകട്ടെ, മിന്നലാകട്ടെ, അങ്ങനെ ഭൂമിയിൽ നിന്ന് വരുന്ന വാഹനാപകടങ്ങളാകട്ടെ, ലഹരികളാകട്ടെ, അങ്ങനെ ബുദ്ധിമുട്ടുകളാകട്ടെ, അങ്ങനെ എന്തൊക്കെയുണ്ടോ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള സർവ്വമാന വിപത്തുകളെ തൊട്ട് അല്ലാഹുവേ എന്റെ കുട്ടിയെ കാക്കണേ അല്ലാ, എന്നെ നീ കാക്കണേ അല്ലാ എന്നർത്ഥം വരുന്ന ഈ രണ്ട് ദുആ നമ്മൾ ചൊല്ലിയിരിക്കണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതോടൊപ്പം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന ഈ രണ്ട് പ്രാർത്ഥന നമ്മുടെ മക്കളെ പഠിപ്പിച്ചിരിക്കണം, നമ്മളും ചൊല്ലിയിരിക്കണം. അതോടൊപ്പം ഏഴാമത്തെ കാര്യം, ശുചിത്വം പാലിക്കുന്നവരാവുക. നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വിയർപ്പുണ്ടാകും, ചിലപ്പോൾ നന്നായിട്ട് മഴ നനഞ്ഞിട്ടുണ്ടാകും. ആ വസ്ത്രം വേഗം തന്നെ ഉരിടിപ്പിക്കുക, അവരെ കൊണ്ട് കൈകാലുകൾ നന്നായിട്ട് കഴുകിക്കുക. കഴിയുമെങ്കിൽ വന്നുടനെ കുളിച്ചിട്ട് കയറാൻ വേണ്ടി പറയുക. കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറയുക. നമ്മുടെ സ്കൂൾ വിട്ട് വരുമ്പോഴേ എന്താ പ്രശ്നം അറിയോ, സ്കൂൾ വിട്ട് ട്യൂഷൻ കഴിഞ്ഞാൽ ഓടി വരികയാണ്, ഓടി വന്ന് ബാഗ് കൊണ്ടുവന്ന് ഹാളിൽ സെറ്റിയിലെറിയും, ടൈ എടുത്ത് അവിടെ ഇടും, ഷൂസ് എടുത്ത് അവിടെ ഇടും, സോക്സ് എടുത്ത് അവിടെ ഇടും. ഇവിടെ നേരെ അടുക്കള നമ്മുടെ ഫ്രിഡ്ജ് അങ്ങ് തുറക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം വന്ന് നമ്മുടെ വീട്ടിൽ എല്ലാവരും ചെയ്യണം, ഫ്രിഡ്ജ് തുറക്കും. ഒന്നുമില്ലെന്നറിയാം, എന്നാലും തുറന്നില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. ഫ്രിഡ്ജ് തുറന്നിട്ട് എന്തെങ്കിലും കൈയിട്ടെടുത്ത് കഴിക്കാൻ കൈ പോലും കഴുകൂല, പാടില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ, അല്ലാഹു റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ജമാലുൻ വയുഹിബ്ബുൽ ജമാൽ, ഇന്നല്ലാഹ ജമീലുൻ വയുഹിബ്ബുൽ ജമാൽ. അല്ലാഹ് ഭംഗിയുണ്ട്, ഭംഗി ഇഷ്ടപ്പെടുന്നു. വൃത്തി ഈമാന്റെ ഭാഗമാണ്. കൈ കഴുകിയിട്ടേ ഭക്ഷണം എടുക്കാവൂ. സ്നാക്സ് ആകട്ടെ, എന്തും ആകട്ടെ, ഓടി വന്ന് ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും ഒന്ന് എടുക്കുക, കഴിക്കുക, പാടില്ല. കൈ കഴുകിയിട്ടേ ചെയ്യിപ്പിക്കുക. ശുചിത്വം നമ്മൾ പാലിപ്പിക്കുന്നവരാവുക. എട്ടാമത്തത്, എന്റെ പ്രിയമുള്ളവരെ, മക്കളോട് അന്നോടന്ന് എടുക്കുന്ന പാഠം അന്നോടന്ന് പഠിക്കുന്നവരാകുക. നമ്മൾ പിന്നെ പഠിക്കാന്ന് വെച്ചാൽ നടക്കൂല. അതോടൊപ്പം ഒൻപതാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം, വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു, ഇത് പ്രത്യേകം ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ ഇപ്രാവശ്യം മൊബൈലൊക്കെ ഒരുപാട് അഡിക്റ്റായി കഴിയാണ്. അപ്പൊ നമ്മൾ സ്കൂൾ തുറന്ന് ഇനി നീ മൊബൈൽ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് ആക്കുക, ഒരു 15 മിനിറ്റ് കൊടുക്കുക. ഫുൾ ടൈം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്, ഒരു 15 മിനിറ്റ് കൊടുക്കുക, അത് 10 മിനിറ്റ് ആക്കുക, 5 മിനിറ്റ്, അങ്ങനെ കുറച്ച് കൊണ്ടുവരിക. ഒറ്റയടിക്കുന്നതിൽ നിർത്തലാക്കരുത്. ഇസ്ലാമിൽ മദ്യം നിരോധിച്ചതും അങ്ങനെയാണ്, അല്പാൽപമായിട്ടാണ്. അങ്ങനെ എടുപിടി ഒരാളെ നന്നാക്കാൻ പറ്റൂല, അല്പാൽപം വെച്ച് നന്നാക്കിയെടുക്കുക. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളും ഈ ദുആകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾക്ക് അല്ലാഹു നല്ല ഭാവി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, അപകടങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നല്ല ഇൽമ്, അല്ലാഹു നല്ല പഠന നിലവാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസം നമ്മൾ നൽകണം. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം കൊണ്ട് അഭിമാനിക്കുന്ന മാതാപിതാക്കളാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി ദ്വാരക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളും ദ്വാരക്കൻ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവെന്ന മനോഹരമായ ആശയത്തിലൂടെയുള്ള വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ്, ഹദ്ദാദ് റാത്തീബും തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും മഹാന്മാരുടെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയുന്ന ഒരു മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് അതിലും നിങ്ങളെ ക്ഷണിക്കുകയാണ്. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.